ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് പേര് പറഞ്ഞായിരുന്നു തറവാടിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാൻ. അപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തറവാടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഒരുപാട് ചൈൽഡ്ഹുഡ് മെമ്മറീസ് എൻ്റെ മൈൻഡിൽ കൂടെ ഇപ്പം പോവുകയാണ്. അപ്പം ഇതാണ് ഞങ്ങൾ കിടന്ന റൂം. ഞാനും എൻ്റെ അമ്മയും എല്ലാവരും ഒരുമിച്ച് കിടന്ന റൂമാണിത്. മഴക്കാലത്ത് ഞങ്ങളെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഓരോ കഥ പറയും. എന്നിട്ടാണ് ഞങ്ങൾ ഉറങ്ങാറ്. ഞങ്ങൾ കസിൻസ് എല്ലാം ഓരോ പ്രേതകഥയായിരിക്കും പറയാറ്. കസിൻസിനെ പേടിപ്പിക്കാൻ ഭയങ്കര രസമായിരിക്കും അല്ലേ. ഇപ്പോഴും എൻ്റെ കസിൻസിന് പേടിയാണ് ഇവിടെ ഒറ്റയ്ക്ക് വരാനും ഒറ്റയ്ക്ക് രാത്രി പുറത്ത് പോകാനൊക്കെ. ഇതാണ് അമ്മമ്മയുടെയും വല്യച്ഛൻ്റെ റൂം. ഞാൻ അമ്മേൻ്റെ അച്ഛനെ വല്യച്ഛനാണ് വിളിക്കാറ്. നിങ്ങളെന്താ വിളിക്കുക ഒന്ന് കമൻറ്റ് ചെയ്യൂ. ആ കാണുന്ന സ്ഥലത്തായിരുന്നു കട്ടിൽ വെക്കാറ്. ഞങ്ങൾ കസിൻസ് എല്ലാം കിടക്കുന്ന റൂമിൽ ഈ ഒരു അലമാരി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ കുട്ടി കുട്ടി ടോപ്പും ആൻറ്റിമാരുടെ ടോപ്പും എല്ലാം ഇതിലുണ്ടായിരുന്നു. മാമൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ആരും താമസിക്കാറില്ല. ഇവിടെ പണ്ട് വാടകയ്ക്ക് കൊടുത്തിനായിരുന്നു. അപ്പം ഒരു നമ്പൂതിരിയായിരുന്നു വന്നേ. അപ്പം അവരുടെ സാധനങ്ങളാണ് ഇത് തോന്നുന്നു. മുത്തശ്ശി ഉള്ളപ്പോൾ മുത്തശ്ശി ഇവിടെയായിരുന്നു കിടക്കാറ്. ചെറിയ കുട്ടിയായിരുന്നുകൊണ്ട് എനിക്കധികം ഓർമ്മയില്ല. ടൈമുള്ളപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു. ഇത് കണ്ടോ എലിയുടെ കുസൃതി. അയ്യോ, ഇവിടെ പാമ്പുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഞാൻ ഈ വീഡിയോ ഫുൾ എടുത്തിട്ടാണ് ഞാൻ പോവുള്ളൂ. ഇവിടെയാണ് ഞങ്ങളുടെ ഡൈനിങ് ഹാള്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാറ്. ഇനി ഇവിടെയാണ് ഞങ്ങൾ ചെറിയ ചെറിയ പാത്രങ്ങളും സാധനങ്ങളൊക്കെ വെക്കാറ്. നമുക്ക് വീടിൻ്റെ പിന്നാമ്പറൊന്ന് കണ്ടാലോ. പണ്ട് യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഗൈസ്, അമ്മിക്കല്ല്, ചട്ടി, പിന്നെ എന്താ പറയുക, അച്ചാറിടുന്ന ഭരണി, പ്ലേറ്റ് എല്ലാം ഇവിടെയുണ്ട്. ഇഡ്ഡലി പാത്രം, നമ്മുടെ വെള്ളം ചൂടാക്കുന്ന പാത്രം ഇവിടെയുണ്ട്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. ദേ ഇരിക്കുന്നു. ഇനി നമുക്ക് കിച്ചണിലോട്ടേക്ക് പോയാലോ. ഇതാണ് ഞങ്ങളുടെ പഴയ കിച്ചൺ. ഇവിടെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ വെക്കുമായിരുന്നു ഗൈസ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ റൂം. പാമ്പുണ്ടോയെന്നറിയില്ല ഗൈസ്. ഉള്ളിലോട്ടേക്ക് ഞാൻ കയറുന്നില്ല. ആ കാണുന്നതാണ് ഞങ്ങളുടെ ബാത്റൂം. സ്വിച്ചൊക്കെ ഉണ്ട് ഗൈസ്, പക്ഷേ കറണ്ടില്ല ഇവിടെ. സോ നമ്മൾ മെല്ലനെ നടന്ന് നമ്മളെ ബാത്റൂം തുറക്കുകയാണ്. ഞങ്ങൾ കസിൻസ് എല്ലാം ഒരുമിച്ചാണ് കുളിക്കാറ് കുഞ്ഞായിരിക്കുന്ന ടൈമിൽ. അവിടെയാണ് ഞങ്ങൾ സോപ്പിൻ്റെ പെട്ടിയൊക്കെ വെക്കാറ്. ഇതാണ് കിണർ. ഞങ്ങൾ ഇവിടുന്ന് ഒരുപാട് തവണ വെള്ളം കോരിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അല്ലേ. ഇത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴുമെന്ന് എനിക്കറിയില്ല. ആ കാണുന്നതാണ് എൻ്റെ ചേച്ചി. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ ഡോറ് തുറക്കാൻ പോവുകയാണ്. കുറേ കാലം അടച്ചിട്ടുകൊണ്ട് ഭയങ്കര ഉറപ്പാണ്. ഇത് തുറക്കാൻ കുറച്ച് പാടുണ്ട്. ചെറുതായിട്ട് തുറക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒന്നും കൂടെ ശ്രമിച്ച് നോക്കാം. യെസ്, തുറന്ന് 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 ഇത് നമ്മളെ മുറ്റമാണ്. കണ്ട ഗൈസ്, വാതിലെല്ലാം നിറച്ചും ചിലന്തി വഴിയാണ് ഗൈസ്. നമുക്ക് നേരെ തിരിച്ചു പോവാം. ബാത്റൂമിൻ്റെ വാതിലടച്ചു. ഇനി അടുക്കള വാതിലും കൂടെ അടച്ചിട്ട് നമുക്ക് പോവാം. ഡൈനിങ് ഹാളിൻ്റെ ഭാഗത്ത് ഒരു വാതിലുണ്ട്. ആ വാതിൽ നിങ്ങൾക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം. എന്നോട് മറന്നു പോയി ഗൈസ്, ഇത് പുറത്തുനിന്ന് പൊട്ടിയതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പോയാലോ. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വാതിൽ അടച്ച് നമുക്ക് മേലോട്ട് പോവാം. അപ്പോൾ മേലത്തെ അവസ്ഥ ഇങ്ങനെയാണ്.
പഴയ സ്റ്റെപ്പും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നോക്കിയിട്ടും പോകേണ്ടി വരും. നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിയാണ്. നമുക്ക് സ്റ്റെപ്പ് കയറിയിട്ടും നമുക്ക് മേലത്തെ കാഴ്ചയെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വീട് ഞങ്ങൾ പണ്ട് വാടകയ്ക്കൊക്കെ കൊടുത്തിനായിരുന്നു. ഇപ്പോൾ ഇത് പൊളിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്തത്. ഇത് ഞങ്ങളുടെ പഴയ സാധനങ്ങളാണ്. മുകളിലോട്ട് കയറാൻ എനിക്ക് ഭയങ്കരമായിട്ടും പേടിയാവുന്നുണ്ട്. ഒരു ജീവിയുണ്ട് ഇവിടെ, മറ്റേ കള്ളൂണി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ജനലിൽ കൂടെ നോക്കിയാൽ അപ്പുറത്തെ വീട് കാണാൻ പറ്റും, പക്ഷേ ക്യാമറയിൽ കാണാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഞങ്ങളുടെ പഴയ സാധനങ്ങളാണ്. ഇതിലെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് വേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഉള്ളിലോട്ടേക്ക് പോവാം. പണ്ട് അമ്മ കുഞ്ഞായിരിക്കുന്ന ടൈമിൽ ആൻറ്റിമാരും മുത്തശ്ശിയും മാമനും ഒക്കെ ഇവിടെയാണ് കിടക്കാറ്. ഇവിടെ നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു പണ്ട്. ഈ ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ പറ്റും. അപ്പം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഇവിടെ എല്ലാം നിരത്തിയിരിക്കുകയാണ് മാമൻ. പുതിയ പുതിയ പ്ലാന്റ്സ് ഇവിടെ നടുന്നുണ്ട്. സോ നമുക്ക് നേരെ താഴോട്ട് പോവാം. ഈ വാതിലെല്ലാം അടച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാൻ പോവുകയാണ്. കണ്ടോ ഗൈസ്, ഇവിടെ നിറച്ചും എന്താ പറയുക ചെടികളും ഒക്കെ അല്ലായിരുന്നോ? ഇപ്പം എല്ലാം നിരത്തി കളഞ്ഞിരിക്കുകയാണ്. തെങ്ങിൻ തൈ, അതുപോലെ തന്നെ മാംഗോ പല തരത്തിലുള്ള തൈകൾ ഇവിടെ നടാൻ മാമൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ദിവസം ആ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൽ ഇട്ടിരുന്നുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ മരം മുറിച്ചെല്ലാം കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡ് നോക്കുമ്പോൾ പല ചെടികൾ കുഴിച്ചിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ഞാൻ എടുത്ത വീഡിയോ ഓർമ്മയുണ്ടായിരുന്നു ഗൈസ്. ഇവിടെ നിറച്ചും ചെടികളിലായിരുന്നു. അതെല്ലാം JCB വന്ന് നിരത്തി നല്ല ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഭാഗം മാത്രമല്ല, താഴത്തെ ഭാഗം കൂടെ എന്താ പറയുക നിരത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയറായിട്ട് കാണണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പം അപ്പം കുറച്ചുകൂടെ ക്ലിയറായില്ലേ? നമ്മുടെ എന്താ പറയുക മഞ്ചാടീൻ്റെ ആ സ്ഥലം മൊത്തം എന്താ പറയുക JCB കൊണ്ട് നിരത്തി കളഞ്ഞിരിക്കുകയാണ്. ക്യാമറേൻ്റെ മുന്നിൽ പോസ് തരുന്ന ഒരാളുണ്ട്. കാണിച്ചു തരാം. ഇത് ഓ ഓ ഓ ഓ നമ്മളെ കാണാണ്ട് മൈൻഡാക്കാണ്ട് പോയിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കൾ ഇപ്പോൾ ഇവിടെയുണ്ട്. പൂച്ചേൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. നമുക്ക് നേരെ മാമൻ്റെ വീട്ടിലേക്ക് പോയാലോ? അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. മാക്സിമം നിങ്ങൾ ആൾക്കാർക്ക് ഷെയർ ചെയ്യണം.